ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി പിക്കപ്പ് ഇല്ലാതെ വന്നിട്ടുണ്ട്. വണ്ടി വലിക്കണില്ല എന്നാണ് കംപ്ലയിൻ്റ് അറിഞ്ഞത്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഡിസ്ക് പോയേക്കണം കേട്ടോ. ക്ലച്ച് ഡിസ്ക് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഈ പ്രഷർ പ്ലേറ്റും കാര്യങ്ങളും പ്രഷർ വീലും ഈ സാധനമൊക്കെ പോയേക്കണം. മൊത്തത്തിൽ ഡാമേജാണ്. ഈ രണ്ട് വീലുകൾ മാറ്റിയതിന് ശേഷം വേണം ക്ലച്ച് ഡിസ്കും പ്ലേറ്റും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഫുള്ള് ഓയിലിനകത്തേക്ക് മിക്സായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ അലർന്ന് പോയേക്കാം അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറുമ്പോൾ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ഈ രണ്ട് വീലുകളും സെൻട്രൽ ക്ലച്ച് പ്രഷർ ക്ലച്ച് എന്ന് പറയാൻ ആ രണ്ട് വീലുകളും മാറണം. എൻജിൻ ഓയിൽ മാറണം. ആ ഗ്യാസ്കറ്റ് സൈഡിലഴിക്കുമ്പോൾ ഗ്യാസ്കറ്റ് ഓയിൽ സീൽ, ആ കിക്കറിൻ്റെ ഓയിൽ സീൽ, ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ് അതൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അതായത് ഗ്യാസ്കറ്റുകൾ എന്തെങ്കിലും മാറ്റാണ്ട് പറ്റില്ല. പിന്നെ ആ ഓയിൽ സീൽ ഓറിയും കൂടിയും കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ നമുക്ക് പിന്നീട് ലീക്കായിട്ട് ഈ ഭാഗം അഴിക്കേണ്ടി വരരുത്. ഒരു 10-50 രൂപയുടെ വ്യത്യാസമൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ എൻജിൻ ഓയിലും ഇതും കൂടിയിട്ട് നമുക്ക് മാറ്റിയിടണം. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ക്ലച്ച് കേബിളും കൂടി മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി ഓടിച്ച് നോക്കുന്ന സമയത്ത് ബാക്ക് ഷോക്കൊക്കെ കംപ്ലൈൻറ്റാണ്. മൊത്തത്തിൽ ലീക്കാണ്. വണ്ടി നല്ല തെറിപ്പാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട്. ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയ സ്പോക്കറ്റ് ഇടാനാണ്. പക്ഷേ ചെയിൻ സ്പോക്കറ്റ് നിൽക്കില്ല. കാരണം പെട്ടെന്ന് വലിഞ്ഞു പോകും. അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ലൂസായി കിടക്കുന്നുണ്ട്. അത് എത്രയും ലൂസായിട്ട് കിടക്കാം. നമ്മളിപ്പോൾ എങ്ങനെ ടൈറ്റ് ചെയ്തിട്ടാലും ചെയിൻ സ്പോക്കറ്റ് നിൽക്കില്ല. പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ബാക്ക് ഷോക്ക് മാറ്റി കളയണമെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. എന്തായാലും വണ്ടി കയറ്റിയേക്കാണ്. മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാലേ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. പിന്നെ ബാക്കിലത്തെ വീലൊന്ന് അഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. അത്രയാണ് നമുക്ക് മെയിനായിട്ട് പിക്കപ്പിൻ്റെ കേസ് പറഞ്ഞാൽ. ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ബ്രേക്ക് സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് ഈ പറഞ്ഞ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ആ വീലുകളും ക്ലച്ച് കേബിളൊക്കെ മാറ്റി വരും, എഞ്ചിൻ ഓയിലടക്കം മാറ്റി വരുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ബാക്ക് ഷോക്കിൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.